നമസ്കാരം. സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയരുകയാണല്ലോ. കാരണം സ്വകാര്യ സർവകലാശാലകൾ എന്ന ആശയം വർഷങ്ങൾക്ക് മുമ്പ് കേരളം ചർച്ച ചെയ്തതാണ്. അപ്പോഴെല്ലാം ആ ആശയത്തെ ശക്തിയുക്തം എതിർത്തിരുന്ന പാർട്ടിയാണ് CPM. അതിൻ്റെ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളുമെല്ലാം സ്വകാര്യ സർവകലാശാല സംസ്ഥാനത്ത് പാടില്ല എന്ന ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. നമുക്കറിയാം, വിദ്യാഭ്യാസ വിദഗ്ധനും അതുപോലെ തന്നെ നയതന്ത്ര വിദഗ്ധനുമൊക്കെ ആയിരുന്ന TP ശ്രീനിവാസനെ എല്ലാവരും കാണുക ഇതുമായി ബന്ധപ്പെട്ട ഒരു സെമിനാറിന് ശേഷം ഈ SFIയുടെ സഖാക്കന്മാർ അടിച്ച് നിലത്ത് ഇടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ ഈ സ്വകാര്യ സർവകലാശാലയ്ക്കെതിരായിട്ടുള്ള ഒരു സമരത്തിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ ഇന്ന് അതേ സർക്കാർ തന്നെ, അല്ലെങ്കിൽ അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാല വേണം എന്ന് നിർബന്ധം പിടിക്കുകയാണ്. എന്തായാലും ഇതൊരു വലിയ നിലപാട് മാറ്റമാണ്. സ്വകാര്യ സർവകലാശാലയെ അടക്കമുള്ള പരിഷ്കാരങ്ങൾ കാരണം ഉന്നത വിദ്യാഭ്യാസം തകർന്ന് തരിപ്പണമായിട്ടുള്ള കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ, കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ വളരെ അത്യാവശ്യമാണ്. അത്തരം പരിഷ്കാരങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ പൊതുജനാഭിപ്രായവും രാഷ്ട്രീയ ഐക്യവും അല്ലെങ്കിൽ രാഷ്ട്രീയ അഭിപ്രായ ഐക്യവും ഒക്കെ രൂപപ്പെടേണ്ടത് സംസ്ഥാനത്തിൻ്റെ വികസനത്തിന്, സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം പച്ചപിടിക്കുന്നതിന് അത്യന്താപേക്ഷിതമായ ഘടകമാണ്. പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ട വിശേഷം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, അന്ന് ഈ സ്വകാര്യ സർവകലാശാലകളെ ശക്തിയുക്തം എതിർത്ത അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ ഇന്ന് തങ്ങളുടെ തെറ്റു തിരുത്തിക്കൊണ്ട് ചരിത്രത്തിൽ തങ്ങൾ എപ്പോഴും മണ്ടത്തരം കാണിക്കുന്ന പാർട്ടിയാണ് എന്ന് ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട് ഇപ്പോഴിതാ ആ തെറ്റ് തിരുത്താൻ ശ്രമിക്കുകയാണ്. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ന്യായവും കണ്ടെത്തിയിട്ടുണ്ട്. ആ ന്യായീകരണം ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് പത്രമാധ്യമങ്ങളോട് പറയുകയുണ്ടായി. അത് മറ്റൊന്നുമല്ല, അതായത് കാലാനുസൃതമായ മാറ്റം മാർക്സിയൻ രീതിയാണ് എന്നതാണ് പുതിയ ക്യാപ്സ്യൂൾ. ഇത്രയധികം നിലപാട് മാറ്റം, ആ നിലപാട് മാറ്റത്തെ ന്യായീകരിക്കാനുള്ള തൊലിക്കെട്ടി, ഇതെല്ലാമുള്ള ഒരു ഏക പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. കാരണം CPIMൻ്റെ പ്രത്യയശാസ്ത്രം അനുസരിച്ച് ഒരു ജനാധിപത്യ സമൂഹത്തിൽ സർക്കാർ നടത്തിക്കൊണ്ടുപോകാൻ പ്രയാസമാണ്. കാരണം കോർപ്പറേറ്റ് മേഖലയെയും സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയും ഒക്കെ എതിർത്തിരുന്ന CPMകാർ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? മുഖ്യമന്ത്രി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയെടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, കിഫ്ബി പോലെയുള്ള സംവിധാനങ്ങൾ അത് എത്രമാത്രം മാർക്സിസ്റ്റ് രീതിക്ക് അനുയോജ്യമാണ് എന്ന് നമുക്കറിയാം. അതൊക്കെ ഈ രീതിയിൽ, അതായത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളെ കേരളത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് വളച്ചൊടിക്കാനുള്ള അവരുടെ കഴിവുണ്ട്. ആ കഴിവാണ് ഒരുപക്ഷെ പാർട്ടിയെ ഈ രൂപത്തിൽ ഇന്നും ഇവിടെ നിലനിർത്തിയിരിക്കുന്നത് എന്ന് വേണം പറയാൻ. കാരണം EMS മന്ത്രിസഭ, അതായത് ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരമേൽക്കുന്നതിന് സമയം കുറിക്കപ്പെട്ടിരുന്നു. ആ സമയം കുറിച്ചിരുന്നത് രാഹുകാലത്തായിരുന്നു. അന്ന് തന്നെ ചില പത്രപ്രവർത്തകരും മറ്റും എന്തുകൊണ്ടാണ് രാഹുകാലത്തിൽ സമയം കുറിച്ചത് എന്ന് EMSനോട് ചോദിച്ചു. EMS അന്ന് സധൈര്യം പറഞ്ഞത്, രാഹുകാലം എന്നതിലൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ അന്ധവിശ്വാസികളൊന്നുമല്ല, അതുകൊണ്ട് തന്നെ നിശ്ചയിച്ച പ്രകാരം സത്യപ്രതിജ്ഞ നടക്കും എന്നാണ് അന്ന് വലിയ വായിൽ EMS പറഞ്ഞത്. പക്ഷേ ഏറ്റവും ഒടുവിലായി ഔദ്യോഗികമായി സത്യപ്രതിജ്ഞാ ചടങ്ങ് നിശ്ചയിക്കുന്ന അറിയിപ്പെത്തിയപ്പോൾ ആ സമയം മാറ്റി രാഹുകാലത്തിന് ശേഷമുള്ള ഒരു സമയം നിശ്ചയിച്ചാണ് 1956 ആ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരമേറ്റത്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ഒരു ഭാഗത്തും ഭരണത്തിന് അനുകൂലമായ വെള്ളം ചേർക്കലുകൾ മറുഭാഗത്തും നടക്കുന്നു എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പൊതുചരിത്രം മാത്രമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.